പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് മുതൽ UGC നെറ്റ് മലയാളം പരീക്ഷയുടെ 2004 ഡിസംബർ മുതൽ 2024 ഡിസംബർ വരെയുള്ള ഏറ്റവും അവസാനം വരെ കഴിഞ്ഞിട്ടുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറുകളുടെ ഒരു വിശകലനമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഒരു സീരീസുകളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ പാർട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, അത് മറക്കാതിരിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ UGC നെറ്റ് പരീക്ഷയുടെ സൈൻ നൽകുന്ന സൗജന്യ പരിശീലനത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ടോ പിൻ ചെയ്യും. നിങ്ങളത് നോക്കൂ, അതിൽ ജോയിൻ ചെയ്ത് പരമാവധി നിങ്ങൾക്ക് കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗപ്പെടുത്തൂ. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ പല സോഴ്സുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ചിലപ്പോൾ പലതരത്തിലുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്കുകൾ കാണാം. അപ്പോൾ ഞാൻ മുൻകൂട്ടി പറയുന്നു, ഞാനത് കാണുന്നത് ഞാൻ തിരുത്തി മാറ്റും. വേറെ എന്തെങ്കിലും പിഴവുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഭാരതത്തിന് പുറത്ത് മാത്രം പ്രചാരത്തിലുള്ള ദ്രാവിഡ ഭാഷ ഏതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ കുറുക്, ഓപ്ഷൻ ബി മാൽത്തോയാണ് വേണ്ടത്, മൽത്തോ എന്നാണ് വന്നിട്ടുള്ളത്, ഞാൻ മാറ്റാം. മാൽത്തോ. ഓപ്ഷൻ സി ഗൊന്ത്, ഓപ്ഷൻ ഡി ബ്രാഹുയി എന്നുള്ളതാണ് 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഏതാണ് ശരിയായ ആൻസർ? ഓപ്ഷൻ ഡി ബ്രാഹുയി ആണ്. ഇനി നമുക്ക് ബ്രാഹുയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഒരു പോയിന്റ് ഞാൻ പറയാം. ഉത്തര ദ്രാവിഡത്തിൽ പെടുന്ന ബ്രാഹുയി ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഉപയോഗിച്ച് വരുന്നത്? പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇത് ബ്രാഹു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഇനി ദ്രാവിഡ ഭാഷകളിലേക്ക് വരുമ്പോൾ നോക്കൂ, തെക്കേ ഇന്ത്യയിലെയും വടക്ക് കിഴക്കൻ ശ്രീലങ്കയിലെയും ഭാഷകളെ പൊതുവായിട്ട് നമ്മൾ ദ്രാവിഡ ഭാഷകൾ എന്നാണ് പറയുന്നത്. അതിൽ തന്നെ കുറുക്, മാൽത്തോ തുടങ്ങിയിട്ടുള്ള ഭാഷകളും ഉത്തര ദ്രാവിഡത്തിൽ പെടുന്നവയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ലീലാതിലകത്തിലെ പാട്ടിൻ്റെ നിർവചനം യോജിക്കുന്ന കൃതി ഏതാണ് എന്നുള്ളതാണ്. പാട്ട് നിർവചനം ഏറെ യോജിക്കുന്ന കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ രാമായണം, ഓപ്ഷൻ ബി തിരുനഴൽമാല, ഓപ്ഷൻ സി കൃഷ്ണഗാഥ, ഓപ്ഷൻ ഡി രാമകഥ പാട്ട് എന്നിങ്ങനെ 4 ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. ഏതാണ് ശരിയായ ഉത്തരം? തിരുനഴൽമാലയാണ്. ഓപ്ഷൻ ബി തിരുനഴൽമാലയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് പാട്ടിൻ്റെ ലീലാതിലകം നൽകുന്ന ലക്ഷണം എന്ന് പറയുന്നത്. ദ്രവിഡ സംഘാതാക്ഷര നിബന്ധം മിഥുക മൗന വൃത്ത് വിശേഷയുക്തം പാട്ട് എന്നുള്ളതാണ് ലക്ഷണം എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പാട്ടിൻ്റെ ലക്ഷണം പൂർണ്ണമായി യോജിക്കുന്ന കൃതി, ഈ ഓപ്ഷനുകളിലുള്ള കൃതി ഏതാണ്? തിരുനഴൽമാലയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി തിരുനഴൽമാലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയാം. ഈ പറയുന്ന തിരുനഴൽമാലയിൽ എന്താണ് പറയുന്നത്? തിരുവാറന്മുളയപ്പൻ്റെ മഹാത്മ്യമാണ് ഇത് പ്രധാനമായിട്ടും പ്രകീർത്തിക്കുന്നത്. അതായത് തിരുവാറന്മുളയപ്പൻ്റെ മഹാത്മ്യം പ്രകീർത്തിക്കുന്ന കൃതിയാണ് ഇത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റൊരു പോയിൻ്റ്, 1200-നും 1300-നും ഇടയിൽ രചിച്ചതാവാം എന്നുള്ളതാണ് പൊതുവിലുള്ള അഭിപ്രായം. അത് കൂടുതലായിട്ട് പറഞ്ഞൊരു പണ്ഡിതൻ ആരാണ് എന്നുള്ളത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? എം എം പുരുഷോത്തമൻ നായർ. മറക്കരുത്, എം പുരുഷോത്തമൻ നായർ. എം എം പുരുഷോത്തമൻ നായർ. ഓക്കെ, എം എം പുരുഷോത്തമൻ നായർ. മറ്റൊന്ന്, വർഷം നമ്മൾ എത്രയാണ് പറഞ്ഞത്? 1200-നും 1300-നും ഇടയിലാണെന്ന് പറഞ്ഞു. എന്താണ് മറ്റൊരു കാര്യം പറഞ്ഞത്? തിരുവാറന്മുളയപ്പൻ്റെ മഹാത്മ്യം പ്രകീർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് മറക്കാതിരിക്കുക. മറ്റൊന്ന്, ഇതിൻ്റെ കർത്താവ് ആരാണ് എന്നുള്ളതാണ്. കർത്താവ് അയിരൂർ പ്രദേശക്കാരനായ ഗോവിന്ദനാണെന്നാണ് പൊതുവിലെ ഈ പറയുന്ന തിരുനഴൽമാലയുടെ കർത്താവ് അയിരൂർ പ്രദേശത്തിലെ ഗോവിന്ദനാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഈ പറയുന്ന തിരുവാറന്മുളയപ്പന് മലയർ അർപ്പിക്കുന്ന ബലിയാണ്. മലയർ അർപ്പിക്കുന്ന ബലിയാണ് ഇതിലെന്താണ് മുഖ്യ പ്രമേയമായിട്ട് കടന്നു വരുന്നത് എന്നുള്ളത്. അതിന് 3 ഭാഗങ്ങളാണുള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. ഏതാണ്? ഒന്നാമത്തെ ഭാഗത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ദേവതാസ്തുതികൾ വരുന്നു, കേരളോൽപ്പത്തി വരുന്നു, ചേര രാജ്യത്തെക്കുറിച്ച് പരാമർശമുണ്ട്, അതോടൊപ്പം തന്നെ 64 ഗ്രാമങ്ങൾ തുടങ്ങിയവ പറയുന്നു. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിൽ എന്താണ് പറയുന്നത്? തൂവലൊഴിയും നാഗൂറും
കുറിച്ചുള്ള പരാമർശവും മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിൽ എന്താണ് മലർ അർപ്പിക്കുന്ന ബലിയുമാണ് പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു 3 പാർട്ടായിട്ടാണ് ഈ കൃതി വിഭജിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം, ഇതിലുള്ള പരാമർശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പരാമർശങ്ങൾ നോക്കൂ, ഞാൻ എഴുതാം. ഏതൊക്കെയാണ് തിരുനൾമാലയിലെ പരാമർശങ്ങൾ എന്നുള്ളത് നോക്കൂ. ഏതൊക്കെയാണ്? എൺമർ സാമന്തരെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. എൺമർ സാമന്തർ. മറ്റൊന്ന് എന്താണ്? 4 തളിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. മാമാങ്കത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. 64 ഗ്രാമങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. മറ്റെന്താണ്? പരശുരാമൻ മണിമുറം എറിഞ്ഞതിൻ്റെ പരാമർശമുണ്ട് കേട്ടോ. പരശുരാമൻ മണിമുറം എറിഞ്ഞതിൻ്റെ പരാമർശമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 4 പരാമർശങ്ങൾ, അതായത് 5 പരാമർശങ്ങൾ പ്രധാനമായിട്ടും തിരുനൾമാലയിലെ 5 പരാമർശങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം നോക്കൂ. രാമചരിതത്തിന് ഗ്രന്ഥത്തിൽ കാണുന്ന പേര് എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇരാമചരിതം, ഓപ്ഷൻ ബി ശ്രീരാമചരിതം, ഓപ്ഷൻ സി രാമകഥാചരിതം, ഓപ്ഷൻ ഡി രാമചരിതം എന്നുള്ളതാണ്. ഏതാണ് ശരിയായ ഉത്തരം? ഇരാമചരിതമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ രാമചരിതം വന്നു എന്നുള്ളത് നോക്കൂ. ദ്രാവിഡ ഭാഷയിൽ ര, ല എന്നീ അക്ഷരങ്ങൾ തുടങ്ങുന്ന, അതായത് അക്ഷരങ്ങളിൽ തുടങ്ങുന്ന, അതായത് ര, ല തുടങ്ങിയ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പദങ്ങൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ, അതായത് ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അവയുടെ മുന്നേ ഏതക്ഷരം ചേർക്കും? ഏതെങ്കിലും ഒരു സ്വരം ചേർത്ത് ഉച്ചരിക്കുക എന്നുള്ളൊരു പതിവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിയമത്തിനെ പറയുന്ന പേരെന്താണ്? ആദി സ്വരാഗമ നിയമം. ആദി സ്വരാഗമ നിയമം എന്നുള്ളതാണ്. അത് പ്രകാരമാണ് ഇപ്പോൾ രാമചരിതം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു സ്വരം വന്നു. ഈ രാമചരിതം എന്നുള്ള സ്വരം ഇവിടെ മുന്നിൽ ചേർത്ത് ഉച്ചരിച്ചു എന്നുള്ള രീതിയിലാണ് ഈ രാമചരിതം എന്ന് പറയുന്നത്. മറ്റൊരു കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ. ഈ രാമൻ, ഈ ലക്ഷ്മണൻ എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക, ഈ ഇലക്കണ്ണൻ എന്നുള്ളതൊക്കെ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മറ്റൊന്ന്, ഈ പറയുന്ന പാട്ടിൻ്റെ ലക്ഷണം പൂർണ്ണമായി പാലിക്കുന്ന ആദ്യ കൃതിയാണ് രാമചരിതം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ രാമചരിതം എന്ന പേര് നൽകിക്കൊണ്ട് ഈ രാമചരിതത്തെ പണ്ഡിത ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ആരാണ്? ഗുണ്ടർട്ടാണ് എന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ലീലാതിലകത്തിൽ മലയാള സംജ്ഞ പ്രയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഇല്ല, ഓപ്ഷൻ ബി ഒരു പ്രാവശ്യം, ഓപ്ഷൻ സി 2ാം ശില്പം 18ാം സൂത്രത്തിൽ മാത്രം, ഓപ്ഷൻ ഡി പല പ്രാവശ്യം എന്നുള്ളതാണ്. ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ഇല്ല, ഓപ്ഷൻ എ ഇല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നോക്കൂ, കേരള ഭാഷ, ചോള ഭാഷ, തമിഴ് എന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു ഭാഷ എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത്. അത് നിങ്ങൾ ഓർക്കുക, ഇന്ന് കാണുന്ന തമിഴ് ഭാഷ എന്നുള്ള അർത്ഥത്തിലല്ല. കേരള ഭാഷയും ചോള ഭാഷയും കോമൺ ആയിട്ട് നമ്മൾ പറയുന്നൊരു പേര്, ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന പേരെന്ന് പറയുന്നത് തമിഴ് എന്നുള്ള രീതിയിലാണ് എന്നുള്ളത് ഓർത്താൽ മതി. അപ്പോൾ ഈ പറയുന്ന ലീലാതിലകം എന്താണ്? സംസ്കൃതത്തിൽ വിരചിതമായിട്ടുള്ള ഒരു മണിപ്രവാള ഭാഷയുടെ ഒരു ലക്ഷണ ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മലയാളത്തിൻ്റേതായ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ മലയാള സംജ്ഞ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൊരു ഗ്രന്ഥമല്ല എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ന്യൂനത അധമം എന്ന ലീലാതിലക സൂത്രം അനുസരിച്ച് ന്യൂനമായിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ കേരള ഭാഷ, ഓപ്ഷൻ ബി രസം, ഓപ്ഷൻ സി സംസ്കൃതം, ഓപ്ഷൻ ഡി കേരള ഭാഷയും രസവും എന്നുള്ള 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? കേരള ഭാഷയും രസവും എന്നുള്ളതാണ് ശരിയായ ആൻസർ. നമുക്കറിയാം, മണിപ്രവാളത്തെ കേരള ഭാഷ, സംസ്കൃതം, രസം, വാച്യാർത്ഥം എന്നിവയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് എത്ര ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 9 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കൂ. ഉത്തമം, ഇനി 2 ഉത്തമകൽപ്പങ്ങൾ, മറ്റൊന്നേതാ? മധ്യമം, മറ്റൊന്ന് മധ്യമകൽപ്പം 4 എണ്ണം വരുന്നുണ്ട്. മധ്യമകൽപ്പം 4 എണ്ണം, വേറൊന്ന് അധമം. ഇങ്ങനെ 9 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 9 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിന് കൃത്യമായിട്ട് സൂത്രങ്ങൾ ലീലാതിലകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്.
ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ. കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. പുതുമലർക്കാവിൽ വന്നെഴുമിളം കൊടികളും എന്ന് തുടങ്ങുന്ന കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ഈ വരികൾ ഉൾക്കൊള്ളുന്ന പ്രാചീന കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കൂ, ഭാഷാ നൈഷധം ചമ്പു. ഓപ്ഷൻ ബി സുജാതോദ്രോഹം. ഓപ്ഷൻ സി ഉണ്ണിയാടി ചരിതം. ഇതൊന്നുമല്ല എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതൊന്നുമല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെന്നാണ് ഈ വരികൾ എടുത്തിട്ടുള്ളത് നോക്കൂ. ഉണ്ണിച്ചിരിദേവി ചരിതത്തിലേതാണ് ഈ വരികൾ എന്ന് പറയുന്നത്? ഉണ്ണിച്ചിരിദേവി ചരിതത്തിലേതാണ് ഈ വരികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉണ്ണിച്ചിരിദേവി ചരിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഒന്ന്, അത് അജ്ഞാത കർത്തൃത്വമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 13-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലാണ് അത് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനെ കണ്ടെടുത്ത് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ഡോക്ടർ പി.K. നാരായണ പിള്ളയാണ്. ഡോക്ടർ P.K. നാരായണ പിള്ളയാണ് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതലായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കവി തന്നെ വന്ദിക്കുന്നൊരു കൃതിയാണ് എന്നാണ് ഈ പറയുന്ന ഉണ്ണിച്ചിരിദേവി ചരിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ചോഗിരം ഗ്രാമത്തിലെ നർത്തകിയായ ഉണ്ണിച്ചിരിദേവി, അതോടൊപ്പം തന്നെ ഇതിൻ്റെ നായകൻ ആരാണ്? ദേവേന്ദ്രനാണ് കേട്ടോ. ദേവേന്ദ്രനുമാണ് ഈ പറയുന്ന ഉണ്ണിച്ചിരിദേവി ചരിതത്തിലെ നായകന്മാർ എന്നതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഏതൊക്കെയാണ് ഉണ്ണിച്ചിരിദേവി ചരിതത്തിലെ പരാമർശങ്ങൾ എന്നുള്ളത് നോക്കൂ. അർദ്ധനാരീശ്വരി വർണ്ണനയുണ്ട്, ആർച്ചാക്കൂട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുണ്ട്, ദക്ഷിണാമൂർത്തിയുടെ വർണ്ണനയുണ്ട്, അതോടൊപ്പം തന്നെ ഗാഥ എന്ന പദത്തിൻ്റെ പ്രയോഗവും നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സന്ദേശപ്പാട്ട്, അമ്മാനപ്പാട്ട്, പൊയിലം, പന്നിയൂർ, ചോഗിരം, തോട്ടുവായ്പള്ളി, വള്ളുവനാട്, അനാർച്ചിറ തുടങ്ങിയ വ്യത്യസ്ത അങ്ങാടികൾ, അതായത് അങ്ങാടി എന്നീ ഗ്രാമവർണ്ണനകൾ പൊതുവെ കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉണ്ണിച്ചിരിദേവി ചരിതം ഒരു ചമ്പു കാവ്യമാണെന്ന് അഭിപ്രായപ്പെട്ടതാരാണ് എന്നുള്ളൊരു ചോദ്യം കൂടി നിന്ന് പ്രതീക്ഷിക്കാം. ആരാണ്? ഉള്ളൂരാണ്. ഉള്ളൂരാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. രാമകഥാപാട്ട് പാടുന്നതിന് ഉപയോഗിച്ചിരുന്ന പ്രാചീന വാദ്യം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എ നന്ദുണി, ഓപ്ഷൻ ബി കടുന്തുടി, ഓപ്ഷൻ സി ഇടയ്ക്ക, ഓപ്ഷൻ ഡി ചന്ദ്രവളയം. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ചന്ദ്രവളയമാണ്. ഇനി നമുക്ക് ചന്ദ്രവളയത്തിന് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ചന്ദ്രവളയത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? അമ്പിളി വളയം എന്നാണ്. ചന്ദ്രവളയത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? അമ്പിളി വളയം എന്നുള്ളതാണ്. അതായത് ഇതിന് ഏകദേശം സംഘകാലത്തോളം പഴക്കമുള്ള ഒരു വാദ്യോപകരണമാണ് ഈ പറയുന്ന ചന്ദ്രവളയം എന്ന് പറയുന്നത്. മറ്റൊരു പോയിന്റ് എന്താണ്? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാമകഥാപാട്ട് പാടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാടുന്നതിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? ഈ പറയുന്ന ചന്ദ്രവളയമാണ്. ഒരുപാട് റിപ്പീറ്റായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണിത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാമകഥാപാട്ട് പാടുന്നതിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. തോൽപ്പാവക്കൂത്തിൽ ഇതിവൃത്ത സ്വീകരണം എവിടെ നിന്നാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ വാൽമീകി രാമായണം, ഓപ്ഷൻ ബി കമ്പരാമായണം, ഓപ്ഷൻ സി ആധ്യാത്മരാമായണം, ഓപ്ഷൻ ഡി അദ്ഭുത രാമായണം തുടങ്ങിയവയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? കമ്പരാമായണമാണ്. ഇനി കമ്പരാമായണത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് നോക്കൂ. വാൽമീകി എഴുതിയ രാമായണം തമിഴ് കവിയായിരുന്ന കമ്പർ എന്ത് ചെയ്തു? തമിഴിലേക്ക് തർജ്ജമ ചെയ്തു. ഇതിനെയാണ് പൊതുവെ നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്? നമുക്കിടയിൽ എന്താണ് അറിയപ്പെടുന്നത്? കമ്പരാമായണം എന്നിൽ അറിയപ്പെടുന്നു. ഇതിൽ എത്ര കാണ്ഡങ്ങളുണ്ടെന്ന് നോക്കൂ. പൂർവകാന്ഡം, ബാലകാന്ഡം, അയോധ്യകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിങ്ങനെ എത്ര കാണ്ഡങ്ങളുണ്ട്? 8 കാണ്ഡങ്ങളുണ്ട്. 8 കാണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി 9ാമത്തെ ചോദ്യം നോക്കൂ. ഭാരതം കിളിപ്പാട്ടിൻ്റെ രചനയ്ക്ക് എഴുത്തച്ഛന് മാർഗദർശനം നൽകിയ കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൃഷ്ണപ്പാട്ട്, ഓപ്ഷൻ ബി അനന്തപുര വർണ്ണനം, ഓപ്ഷൻ സി ഭാരതമാല, ഓപ്ഷൻ ഡി വാസുദേവസ്തവം എന്നുള്ളതാണ് ചോദ്യങ്ങൾ. ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ഭാരതമാലയാണ്. ഭാരതമാല ആരാണ് എഴുതിയത് എന്ന് നോക്കൂ. വെള്ളാങ്ങല്ലൂർ ശങ്കരനാണ്. വെള്ളാങ്ങല്ലൂർ
വെള്ളാങ്ങല്ലൂർ ശങ്കരൻ. വെള്ളാങ്ങല്ലൂർ ശങ്കരനാണ് എന്തെഴുതിയത്? ഭാരതമാല എഴുതിയിട്ടുള്ളത്. എഴുത്തച്ഛൻ്റെ ഭാരതം കിളിപ്പാട്ടിന് സ്കെച്ചും ഡിസൈനും, ഈ കൃത്യമായിട്ട് ഈ കോഴ്സ് നോക്കുക. എഴുത്തച്ഛൻ്റെ ഭാരതം കിളിപ്പാട്ടിന് സ്കെച്ചും ഡിസൈനും നൽകിയത് ഭാരതമാലയാണ് എന്നുള്ളതാണ് കോട്ട്. അതെവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? കൈരളിയുടെ കഥ. ആരാണ് എഴുതിയിട്ടുള്ളത്? എൻ കൃഷ്ണപിള്ള എഴുതിയ കൈരളിയുടെ കഥയിലാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശമുള്ളത്. എന്താണ്? എഴുത്തച്ഛൻ്റെ ഭാരതം കിളിപ്പാട്ടിന് സ്കെച്ചും ഡിസൈനും നൽകിയത് എന്താണ്? ഭാരതമാലയാണ് എന്നുള്ള ഒരു കോട്ട് എടുത്തിട്ടുള്ളത് എവിടെയാണ്? എൻ കൃഷ്ണപിള്ളയുടെ കൈരളിയുടെ കഥയിൽ നിന്നാണ്. ഇനി മറ്റൊന്ന് നോക്കൂ. നമ്പ്യാൻ തമിഴിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ വിഭക്ത്യന്ത ഭാഷാപദങ്ങൾ, ഓപ്ഷൻ ബി വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ, ഓപ്ഷൻ സി മോന, ഓപ്ഷൻ ഡി അന്താതി പ്രാസത്തിൻ്റെ സാന്നിധ്യം എന്നുള്ളതാണ്. ഏതാണ് ഓപ്ഷൻ റൈറ്റായ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ വിഭക്ത്യന്ത ഭാഷാപദങ്ങളാണ്. അതായത് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് നോക്കൂ. ലീലാതിലകകാരൻ വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ ഇല്ലാത്തതിനാൽ എന്താണ് മണിപ്രവാളത്തിൽ നിന്ന് നമ്പ്യാൻ തമിഴിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് നമ്പ്യാൻ തമിഴിനെ മണിപ്രവാളത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തില്ലാത്തതിനാൽ? വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ ഇല്ലാത്തതിനാൽ. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ? വിഭക്ത്യന്ത ഭാഷാപദങ്ങളാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്ന് നോക്കൂ. ഇനി നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷ ക്രമക്കണക്കേ ശരണം എന്നുള്ളൊരു വരി തന്നിട്ടുണ്ട്. ഇത് എഴുതിയത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ വെൺമണി, ഓപ്ഷൻ ബി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഓപ്ഷൻ സി വള്ളത്തോൾ, ഓപ്ഷൻ ഡി ഉള്ളൂർ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അത് ഏതിലാണ് പറഞ്ഞിട്ടുള്ളത്? കേരളം എന്ന അപൂർണ മഹാകാവ്യത്തിലാണ് ഇത്തരമൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. നാട്ടിലെ പ്രജകൾ നൽകിയിടും ഫലം എന്ന് തുടങ്ങുന്ന കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ഈ വരികളിലെ വൃത്തം ഏതാണ്? അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ തന്നിട്ടുള്ളതിൽ ഇതല്ല. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. രഥോദ്ധത എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ സ്വാഗത, ഓപ്ഷൻ ബി രഥോദ്ധത, ഓപ്ഷൻ സി ഇന്ദ്രവജ്ര, അവിടെ സ്പേസ് ഇല്ല, ഉപജാതിയിൽ സ്പേസ് ഇല്ല, ഓപ്ഷൻ ഡി ഉപജാതി എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? രഥോദ്ധതിയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി 13ാമത്തെ ചോദ്യം നോക്കൂ. കുറച്ച് വരി തന്നിട്ടുണ്ട്. സുലളിത പദവിന്യാസ പറഞ്ഞിട്ടുള്ള കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ഇതിൽ ഉർവശിയെ കവി എന്തിനോടാണ് ഉപമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പദവിന്യാസം, ഓപ്ഷൻ ബി മൃദുലത, ഓപ്ഷൻ സി സൂക്തി, ഓപ്ഷൻ ഡി ഗഹനഭാവം എന്നുള്ളതാണ്. ഏതാണ് റൈറ്റ് ആൻസർ? സൂക്തി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോട്ടയം തമ്പുരാൻ്റെ 4 ആട്ടക്കഥകളിൽ ഏതിലാണ്? നിവാദ കവച കാലകേയവധത്തിലാണ് അർജുനൻ നായകനായിട്ട് വരുന്നതും ഏതാണ്? സലജ്ജോഹം പ്രത്യക്ഷമാകുന്നതും നായികയായിട്ട് ഉർവശി വരുന്നതും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതാണ് കൃതി? ഏതാണ്? കോട്ടയം തമ്പുരാൻ്റെ 4 ആട്ടകഥകളിൽ ഏത് കൃതിയിലാണ്? നിവാദ കവച കാലകേയവധത്തിലാണ് ഉർവശി നായികയായിട്ട് വരുന്നതും അർജുൻ നായകനായിട്ട് വരുന്നതും സലജുഹം പ്രത്യക്ഷമാവുന്നതും. ഓക്കെ എന്നുള്ളത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഇനി ഒരു പട്ടിക തന്നിട്ടുണ്ട്. നളചരിതത്തിൻ്റെ വ്യാഖ്യാനങ്ങളുടെയും വ്യാഖ്യാതാക്കളുടെയും 2 പട്ടികകൾ 4 വിധത്തിൽ ചേർത്തെഴുതിയിരിക്കുന്നു. ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താം. ദീപിക ആരാണ്? ദീപികയുടെ വ്യാഖ്യാതാവ് ആരാണ്? ദേശമംഗലമാണ്. ദീപികയുടെ വ്യാഖ്യാതാവ് ആരാണ്? ദേശമംഗലമാണ്. ഇനി കാന്താര താരകത്തിൻ്റെ വ്യാഖ്യാതാവ് ആരാണ്? AR രാജരാജവർമ്മയാണ്. കാന്താര താരകത്തിൻ്റെ വ്യാഖ്യാതാവ് ആരാണ്? AR ആണ്, നമുക്കറിയാം. ഇനി രസിക കൗതുകത്തിൻ്റെതാരാണ്? MH ശാസ്ത്രികളാണ്. കൈരളിയുടേതാരാണ്? പന്മന രാമചന്ദ്രൻ നായരാണ്. ഈ ഓപ്ഷൻ റെഡിയായി വരുന്നത് ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി
15ാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്തവയിൽ ഏതാണ് കൃത്യമായി ചേരുന്നത് എന്നുള്ളതാണ് ചോദ്യം. കുറച്ച് ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഭാഷാപോഷിണി, കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഓപ്ഷൻ ബി പശ്ചിമതാരകം, ഗുണ്ടർട്ട്. ഓപ്ഷൻ സി വിദ്യാവിനോദിനി, CP അച്യുതമേനോൻ. ഓപ്ഷൻ സി സഹൃദയ, ശേഷഗിരി പ്രഭു. സഹൃദയാണ് കേട്ടോ, സഹൃദയ ശേഷഗിരി പ്രഭു എന്നിങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? വിദ്യാവിനോദിനി, CP അച്യുതമേനോൻ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ? 1889 നവംബറിലാണ് ഈ പറയുന്ന വിദ്യാവിനോദിനിയുടെ 1ാം ലക്കം പുറത്തു വരുന്നത്. വർഷം ഓർത്തിരിക്കുക, 1889 നവംബറിലാണ് വിദ്യാവിനോദിനിയുടെ ആദ്യ ലക്കം പുറത്തു വരുന്നത്. ഇനി ആദ്യകാലത്ത് തൃശ്ശൂർ കൽപ്പദ്രുമം പ്രസ്സിൽ അച്ചടിച്ചിരുന്ന ഈ മാസിക 1900 മുതൽ ഏതാണ് വിദ്യാവിനോദിനി പ്രസ്സിൽ നിന്ന് പുറത്തു വന്നു തുടങ്ങി. ആദ്യം ഏത് പ്രസ്സിലായിരുന്നു? കൽപ്പദ്രുമം. തൃശ്ശൂർ കൽപ്പദ്രുമം പ്രസ്സിലാണ് അച്ചടിച്ചിരുന്നത്. 1990 മുതൽ വിദ്യാവിനോദിനി പ്രസ്സിൽ നിന്ന് വന്നു തുടങ്ങി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നീട് 1903 മാർച്ചിൽ ഇതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നുണ്ട്. 1903 മാർച്ചിൽ ഇതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഒരു വരി തന്നിട്ടുണ്ട്. വരി നോക്കൂ. താമര സാക്ഷൻ്റെ തുടങ്ങുന്ന 2 വരികൾ തന്നിട്ടുണ്ട്. ഈ വരികൾ ഏത് തുള്ളലിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കിരാതം, ഓപ്ഷൻ ബി സ്രമന്തകം, ഓപ്ഷൻ സി പാത്രചരിതം, ഓപ്ഷൻ സി കല്യാണ സൗഗന്ധികം എന്നുള്ളതാണ്. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? കല്യാണ സൗഗന്ധികത്തിൽ നിന്നുള്ള വരികളാണിത്. കല്യാണ സൗഗന്ധികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയാണ് ഈ പറയുന്ന കല്യാണ സൗഗന്ധികം. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. മറ്റൊന്ന്, ഇതെന്താണ്? ഏതു തരം തുള്ളലാണ്? ശീതങ്കൻ തുള്ളലാണ് ഇത് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി കാര്യവും കാരണവുമാണ് തന്നിട്ടുള്ളത്. കാര്യം, തുള്ളൽ കൃതികൾ എഴുത്തച്ഛൻ കൃതികളെ പോലെ ഗൗരവമായി പരിഗണിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്? ജീവിതത്തെക്കുറിച്ച് ദാർശനികമായ കാഴ്ചപ്പാടുകൾ ആ കൃതികൾ അവതരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഓപ്ഷൻ കാര്യം തെറ്റ്, ഓപ്ഷൻ ബി കാര്യവും കാരണവും തെറ്റ്, ഓപ്ഷൻ സി കാര്യം ശരി കാരണം തെറ്റ്, ഓപ്ഷൻ ഡി കാര്യവും കാരണവും ശരി എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി കാര്യവും കാരണവും ശരി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 18ാമത്തെ ചോദ്യം. ആർണോസ് പാതിരിയുടെ നിഘണ്ടു ഏതാണ് എന്നുള്ളതാണ്. മലയാളം ലത്തീൻ നിഘണ്ടു ആണ്. ഓപ്ഷൻ എ ബി മലയാളം നിഘണ്ടു, ഓപ്ഷൻ സി മലയാളം പോർച്ചുഗീസ് നിഘണ്ടു, ഓപ്ഷൻ ഡി മലയാളം സുറിയാനി നിഘണ്ടു എന്നിവയാണ്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി മലയാളം പോർച്ചുഗീസ് നിഘണ്ടുവാണ്. മലയാളം പോർച്ചുഗീസ് നിഘണ്ടുവാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഇതിൻ്റെ അവതാരിക ആരാണ് എഴുതിയിട്ടുള്ളത്? എസ് ഗുപ്തൻ നായരാണ്. അതിൻ്റെ യഥാർത്ഥ നാമം ഏതാണ് എന്നുള്ളത് കൂടി അറിയാം. വെക്കാബുലറിയം മലബാറിക്കോ ലൂസിത്താനം എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. വൊക്കാബുലറിയം മലബാറിക്കോ ലൂസിത്താനം എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. അവതാരിക എഴുതിയിട്ടുള്ളത് ആരാണ്? എസ് ഗുപ്തൻ നായരാണ്. ഇനി 19ാമത്തെ ചോദ്യം നോക്കൂ. ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാനോനകൾ മലയാളത്തിൽ തയ്യാറാക്കിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാനോനകൾ മലയാളത്തിൽ തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ നോക്കൂ, യാക്കോ കത്തനാർ. ഓപ്ഷൻ ബി പാറമേക്കൽ തോമ കത്തനാർ. ഓപ്ഷൻ സി മെനേസിസ് മെത്രാപ്പൊലിത്ത. ഓപ്ഷൻ ഡി റോസ് പാതിരി എന്നുള്ളതാണ്. ഏതാണ് റൈറ്റ് ആൻസർ? യാക്കോ കത്തനാർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഉദയംപേരൂർ സുനഹദോസ് 1599 കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരാനായി അലക്സിസ് ഡി മെനസിസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സമ്മേളനമാണ് ഈ പറയുന്ന ഉദയംപേരൂർ സുനഹദോസ് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഈ 20ാമത്തെ ചോദ്യം നോക്കൂ. ചെമ്പ് അധികം ഏട് അതെങ്ങനെയാണ് എഴുതും? ചെപ്പേട്. ചെമ്പ്
ഏട് എന്നുള്ളത് ചെപ്പേട് എന്നുള്ളത്. ഈ വർണ്ണവികാരത്തിലെ മാറ്റം എന്താണെന്ന് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താണ്? അനുനാസികാതിപ്രസരം. ഓപ്ഷൻ ബി എന്താണ്? ഗരാദേശം. ഓപ്ഷൻ സി എന്താണ്? അനുനാസിക സംസർഗം. ഓപ്ഷൻ ഡി എന്താണ്? താലവ്യാദേശം. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഖരാദേശമാണ് അല്ലേ? അതായത് ഖരം, അധികരം, ഊഷ്മാവ് ഇവയിൽ ഒന്ന് പരമായി വന്നാൽ പദാന്തത്തിലും അതോടൊപ്പം തന്നെ പദമധ്യത്തിലും ദൃഢത്തിന് ഖരം ആദേശമായിട്ട് വരും. അതാണല്ലോ അതിൻ്റെ റൂള്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഖരാദേശമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. 21ാമത്തെ ചോദ്യം നോക്കൂ. രണ്ട് കർമ്മമുള്ള ക്രിയയുടെ പേര് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, രണ്ട് കർമ്മമുള്ള ക്രിയയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ഓപ്ഷൻസ് നോക്കൂ. സമ്പത്തിക്രിയ, ഓപ്ഷൻ ബി പ്രയോജകക്രിയ, ഓപ്ഷൻ സി വിശിഷ്ടക്രിയ, ഓപ്ഷൻ ഡി ഖിലക്രിയ എന്നുള്ളതാണ്. ഏതാണ് റൈറ്റ് ആൻസർ? വിശിഷ്ടക്രിയയാണ്. അതായത് വിശിഷ്ടക്രിയ എന്ന് പറഞ്ഞാൽ ദ്വികർമ്മക ക്രിയ എന്നുള്ളതാണ്. അതായത് ഒരു ഉദാഹരണം നോക്കൂ. എന്താണ് ഉദാഹരണം വരുന്നത്? ഒരു ഉദാഹരണം നിങ്ങൾ പറഞ്ഞു നോക്കൂ. കുറ്റം പറക എന്നുള്ളത് വിശിഷ്ടക്രിയയ്ക്ക് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ കുറ്റം പറക എന്നീ രണ്ട് കർമ്മത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിയയെ പഴിക്കുക എന്ന ഒറ്റ ക്രമമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പഴിക്കുക, കുറ്റം പറയുന്നു എന്ന് പറയുന്നത് പഴിക്കുക എന്നുള്ള ഒറ്റ അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. 22ാമത്തെ ചോദ്യം നോക്കൂ. ഒരു വരി തന്നിട്ടുണ്ട്, ശബ്ദങ്ങൾ തുടങ്ങുന്ന രണ്ട് വരി തന്നിട്ടുണ്ട്. എന്ന് വള്ളത്തോൾ, ഈ പറയുന്ന വരി വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഈ വള്ളത്തോളിൽ പ്രശംസിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കൂ. മൂലൂർ പത്മനാഭ പണിക്കർ. ഓപ്ഷൻ ബി കുണ്ടൂർ നാരായണ മേനോൻ. ഓപ്ഷൻ സി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ. ഓപ്ഷൻ ഡി വെൺമണി മഹൻ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഏതാണ് റൈറ്റ് ആൻസർ? കുഞ്ഞുകുട്ടൻ തമ്പുരാൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തതൊരു പട്ടിക തന്നിട്ടുള്ളത്. 23ാമത്തെ ചോദ്യം. ഏതാനും അവതാരികകളും അവ എഴുതിയവരുടെ പേരുകളും കൂട്ടി പട്ടികയായി താഴെ കൊടുക്കുന്നു. അവ ചേർത്തെഴുതിയ 4 ക്രമങ്ങളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് നോക്കൂ. ചിന്താവിഷ്ടയായ സീത. ഓക്കെ, ഓപ്ഷൻ എ എന്താ തന്നിട്ടുള്ളത്? ചിന്താവിഷ്ടയായ സീത. പട്ടിക എയും പട്ടിക ബിയും നോക്കൂ. അതിലേതൊക്കെയാണ്? പട്ടിക എയിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? ചിന്താവിഷ്ടയായ സീത, കേരള പാണിനീയം, സാഹിത്യഭൂഷണം, നീണ്ട കവിതകൾ എന്നിവ വന്നിട്ടുണ്ട്. ഇനി CJ തോമസ്, വടക്കുംകൂർ, ഉള്ളൂർ, ആറ്റൂർ, കേരളവർമ്മ എന്നുള്ളതാണ്. അവതാരികകളാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. പുസ്തകങ്ങളല്ല, അവതാരികകളാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചിന്താവിഷ്ടയായ സീതയ്ക്ക് ആരാണ് അവതാരിക എഴുതിയിട്ടുള്ളത്? ആറ്റൂരാണല്ലോ. ഓക്കെ, കേരള പാണിനി 1-ാം പതിപ്പിന് ആരാണ് അവതാരിക എഴുതിയിട്ടുള്ളത്? കേരളവർമ്മയാണ്. സി നോക്കൂ. സാഹിത്യഭൂഷണത്തിന് ആരാണ് അവതാരിക എഴുതിയിട്ടുള്ളത്? ഉള്ളൂരാണ്. സാഹിത്യഭൂഷണത്തിന് ആരാണ് അവതാരിക എഴുതിയിട്ടുള്ളത്? ഉള്ളൂരാണ്. ഇനി നീണ്ട കവിതകൾക്ക് ആരാണ് അവതാരിക എഴുതിയിട്ടുള്ളത് നോക്കൂ. CJ തോമസ് ആണ്. CJ തോമസ് ആണ് നീണ്ട കവിതകൾക്ക് അവതാരിക എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒത്തുവരുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ 24ാമത്തെ ചോദ്യം നോക്കൂ. കുമാരനാശാൻ്റെ പ്രഥമ പ്രകാശിത കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പ്രഥമ പ്രകാശിത കൃതി, കുമാരനാശാൻ്റെ പ്രഥമ പ്രകാശിത കൃതി ഏതാണ്? ഓപ്ഷൻ എ വീണപൂവ്, ഓപ്ഷൻ ബി ബാലരാമായണം, ഓപ്ഷൻ സി സൗന്ദര്യ ലഹരി വിവർത്തനം, ഓപ്ഷൻ ഡി ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നുള്ളതാണ്. വീണപൂവാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തറിയണം? മൂർക്കോത്ത് കുമാരൻ്റെ പത്രാധിപത്യത്തിലുള്ള ഏതിലാണ്? മിതവാദിയിലാണ് ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. എങ്കിലും പിന്നീട് എങ്ങനെയാണ്? ഭാഷാഭൂഷണിയിലൂടെയാണ് ഇത് എങ്ങനെ ജനശ്രദ്ധ നേടുന്നത്. അതായത് ആദ്യമായിട്ട് ഇത് പ്രസിദ്ധീകരിക്കുന്നത് മിതവാദിയിലാണ്. എന്നാൽ ഭാഷാഭൂഷണിയിലൂടെയാണ് ഈ പറയുന്ന വീണപൂവ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ജനങ്ങളുടെ ശ്രദ്ധ നേടുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കാം. 25ാമത്തെ ചോദ്യം നോക്കൂ. നിരൂപകൻ ഒരു അമ്പയറാണ്.
ഇടയ്ക്കിടെ അയാൾ ഫൗൾ എന്നും വിളിച്ചു പറയും. ഈ പ്രസ്താവന ആരുടേതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ KP അപ്പൻ, ഓപ്ഷൻ ബി വി രാജകൃഷ്ണൻ, ഓപ്ഷൻ സി ആശാമേനോൻ, ഓപ്ഷൻ ഡി എസ് ഗുപ്തൻ നായർ. ഇതാണ് റൈറ്റ് ആൻസർ. എസ് ഗുപ്തൻ നായരാണ് റൈറ്റ് ആൻസർ. ഇനി 26ാമത്തെ ചോദ്യം നോക്കൂ. നവീന പാരിസ്ഥിതിക വിമർശനത്തിൽ ആവർത്തിച്ച് പരാമർശിക്കപ്പെടുന്ന കവിത ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഓണപ്പാട്ടുകൾ, ഓപ്ഷൻ ബി കുറ്റിപ്പുറം പാലം, ഓപ്ഷൻ സി സൂര്യകാന്തി, ഓപ്ഷൻ ഡി കേരളം വളരുന്നു എന്നുള്ളതാണ്. ഏതാണ് റൈറ്റ് ആൻസർ? കുറ്റിപ്പുറം പാലം. ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം 1954 ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലമാണ് ആവർത്തിച്ച് പരാമർശിക്കപ്പെടുന്ന കൃതി എന്നുള്ളത് ഓർത്തിരിക്കാം. 27ാമത്തെ ചോദ്യം നോക്കൂ. ഒന്നാം പട്ടികയും രണ്ടാം പട്ടികയും 4 വിധത്തിൽ ചേർത്തെഴുതിയിട്ടുണ്ട്. ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പട്ടിക നോക്കൂ. കുറച്ച് വരികളാണ് തന്നിട്ടുള്ളത്. തന്നയൽവക്കത്തരവയർ നിറയാ പെണ്ണിനു പെരുവയർ നൽകും മർത്യന് സ്തുതി പാടുക നാം എന്നുള്ള വരി ആരുടേതാണ്? നമുക്കറിയാം, അത് അയ്യപ്പ പണിക്കരുടേതാണ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഓർക്കാനൊന്നുമില്ല, അത് അയ്യപ്പ പണിക്കരുടേതാണ് എന്ന് നമുക്കറിയാം. ഇനി പെരുവഴിയെ പോകും ഞങ്ങൾ പുതുവഴി വഴിപാടിന് മാത്രം എന്നുള്ളത് ആരുടെ വരിയാണ്? കക്കാടിൻ്റെ വരിയാണ്. ആരുടെ വരിയാണ്? കക്കാടിൻ്റെ വരിയാണ്. ഇനി അടുത്തത് നോക്കൂ. അന്തർനിൻ തുടങ്ങുന്ന വരി ആരുടേതാണ്? ആറ്റൂർ രവിവർമ്മയുടെ വരികളാണ്. അന്തർനിൻ തുടങ്ങുന്ന വരി ആരുടേതാണ്? ആറ്റൂർ രവിവർമ്മയുടെ വരികളാണ്. ഇനി നോക്കൂ. അറിയാം തുടങ്ങുന്ന വരി നോക്കൂ. 4ാമത്തെ ഡി ആരുടെ വരികളാണ്? നോക്കൂ, ആരുടേതാണ്? കടമ്മനിട്ടയുടെ വരികളാണ്. ഡി കടമ്മനിട്ടയുടെ വരികളാണ്. അപ്പോൾ ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി 28ാമത്തെ ചോദ്യം നോക്കൂ. 28ാമത്തെ ചോദ്യം. വയലാർ പി ഭാസ്കരൻ ONV വയലാർ പി ഭാസ്കരൻ ONV എന്നിവരുടെ കവിതകളുടെ സവിശേഷതകൾ താഴെ കൊടുക്കുന്നു. ശരിയായ ക്രമം ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ക്രമം ഏത് എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ. വിപ്ലവാഭിമുഖ്യം, സംഖ്യാത്മകത ഓക്കെയാണ്. ഇനി കാൽപ്പനിക വിരുദ്ധ പ്രവണതകൾ ഓക്കെയാണ്. ആധുനിക പാശ്ചാത്യ സങ്കേതങ്ങളുടെ ആടുമണി ഓക്കെയാണ്. നോക്കൂ, ചെറിയൊരു വ്യത്യാസമുള്ളത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കൂ. എ 1 മാത്രം ശരി, ബി 2ഉം 4ഉം ശരി, സി 2ഉം 3ഉം ശരി, ഡി 1ഉം 2ഉം ശരി എന്നിങ്ങനെ ഓപ്ഷൻസാണ് നൽകിയിട്ടുള്ളത്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. വയലാർ പി ഭാസ്കരൻ ONV എന്നിവർ മാറ്റൊലി കവികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? മാറ്റൊലി കവികൾ എന്ന ആരൊക്കെയാണ്? വയലാർ പി ഭാസ്കരൻ ONV എന്നിവർ എങ്ങനെ അറിയപ്പെടുന്നു? മാറ്റൊലി കവികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഫലത്തിലൂടെ M കൃഷ്ണൻ നായരാണ് ഇവരെ മാറ്റൊലി കവികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആരാണ് വിശേഷിപ്പിക്കുന്നത്? M കൃഷ്ണൻ നായരാണ് ഇവരെ മാറ്റൊലി കവികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. 29ാമത്തെ ചോദ്യം നോക്കൂ. ചില കഥാപാത്രങ്ങളുടെയും അവരെ സൃഷ്ടിച്ച നോവലിസ്റ്റുകളുടെയും പേരുകളുടെ 2 പട്ടികകൾ 4 വിധത്തിൽ ചേർത്തെഴുതിയിട്ടുണ്ട്. ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. പട്ടിക 1 നൽകിയിട്ടുണ്ട്, പട്ടിക 2 നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് നോക്കൂ, നമുക്ക് നോക്കാം. കുഞ്ഞേനാച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം ആരുടേതാണ്? പാറപ്പുറത്തിൻ്റെതല്ലേ? അരനാഴിക നേരത്തിലുള്ളതല്ലേ? പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരത്തിലുള്ള കഥാപാത്രമാണ് കുഞ്ഞനാച്ച എന്ന് പറയുന്നത്. അപ്പുക്കിളി നമുക്കിനി പ്രത്യേകിച്ച് ഉദാഹരണത്തിൻ്റെ ഒന്നും കാര്യമില്ല, പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പുക്കിളി ആരുടേതാണ്? OV വിജയൻ്റെതാണ്. OV വിജയൻ്റെ ഏത് കൃതിയിലുള്ളതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെതാണ്. മലയാള വിദ്യാർത്ഥികൾക്ക് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പുക്കിളി ഏതാണ്? OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലുള്ള കഥാപാത്രമാണ്. ഇനി കുഞ്ചേ കുട്ടിപ്പിള്ള എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അത് ആരുടേതാണ്? കുഞ്ചേ കുട്ടിപ്പിള്ള എന്ന് പറഞ്ഞ കഥാപാത്രം ആരുടേതാണ്? CV രാമൻപിള്ളയുടേതാണ്. ഏത് നോവലിലാണ്? രാമരാജ ബഹദൂർ എന്ന നോവലിലാണ് ആ കഥാപാത്രം വരുന്നത്. മറ്റൊന്ന് നോക്കൂ. വിമല ആരുടേതാണ്?
MT വാസുദേവൻ നായരുടേതാണ്. ഏതിലാണ്? പ്രസിദ്ധ നോവലായിട്ടുള്ള മഞ്ഞില കഥാപാത്രമാണ് വിമല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 30ാമത്തെ ചോദ്യം നോക്കൂ. വൈലോപ്പിള്ളി കവിതയെ മനഃശാസ്ത്രപരമായി അപഗ്രഥിച്ച വിമർശകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ നിത്യചൈതന്യേതി, ഓപ്ഷൻ ബി MN വിജയൻ, ഓപ്ഷൻ സി KM തരകൻ, ഓപ്ഷൻ ഡി ബെഞ്ചമിൻ. ഓപ്ഷൻ ഡി ബെഞ്ചമിൻ എന്നുള്ളതാണ് ഓപ്ഷൻ. ഏതാണ് റൈറ്റ് ആൻസർ? മനഃശാസ്ത്രപരമായി വൈലോപ്പിള്ളി മാമ്പഴത്തിനെയൊക്കെ മനഃശാസ്ത്രപരമായി അപഗ്രഥിച്ച വിമർശകൻ ആരാണ്? MN വിജയനല്ലേ? അത് പ്രത്യേകിച്ച് ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്കതറിയാൻ. MN വിജയനാണ്. അപ്പോൾ ഫ്രോയിഡിയൻ മനഃശാസ്ത്ര സിദ്ധാന്തം അനുസരിച്ച് അദ്ദേഹം ഏതാണ്? സഹ്യൻ്റെ മകനിൽ വൈലോപ്പിള്ളി പറയുന്ന വൈലോപ്പിള്ളി കവിത, സഹ്യൻ്റെ മകനിൽ വൈലോപ്പിള്ളി കവിതയിലെ മനഃശാസ്ത്രപരമായിട്ട് അദ്ദേഹം അപഗ്രഥിക്കുന്നുണ്ട്. മാമ്പഴത്തിൻ്റെ വിശകലനങ്ങളുണ്ട്. ഇങ്ങനെ മനഃശാസ്ത്രപരമായിട്ട് അപഗ്രഥിച്ച വിമർശകൻ ആരാണ്? MN വിജയനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതും ഒരു പട്ടികയാണ്. 31ാമത്തെ ചോദ്യം നൽകിയിട്ടുള്ളത്. ജീവചരിത്രങ്ങളുടെയും ജീവചരിത്രകാരന്മാരുടെയും 2 പട്ടികകൾ 4 വിധത്തിൽ ചേർത്ത് എഴുതിയിട്ടുണ്ട്. ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോക്കൂ, ഓപ്ഷൻസ് വെച്ച് നമുക്ക് നോക്കാം. കഴിഞ്ഞ കാലം ആരുടേതാണ്? കഴിഞ്ഞ കാലം KP കേശവമേനോൻ്റെതാണ്. KP കേശവമേനോൻ്റെ ജീവചരിത്രമാണ് കഴിഞ്ഞ കാലം എന്ന് പറയുന്നത്. ഇനി ജീവിത സമരം ആരുടേതാ? സി കേശവനാണ്. ജീവിത സമരം ആരുടേതാണ്? സി കേശവൻ്റേതാണ്. അരങ്ങ് കാണാത്ത നടൻ ആരുടേതാണ്? തിക്കോടിയൻ്റേതാണ്. ഓക്കെ, തിക്കോടിയൻ്റേതാണ്. അരങ്ങ് കാണാത്ത നടൻ ആരുടേതാണ്? തിക്കോടിയൻ്റേതാണ്. ഇനി എൻ്റെ ജീവിത സ്മരണകൾ ആരുടേതാണ്? എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റേതാണ്. മന്നത്ത് പത്മനാഭൻ്റേതാണ്. ഏത്? എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ബാക്കിയുള്ളൊരു ഓപ്ഷൻ ഏതാ? സി അച്യുതമേനോനാണ്. സി അച്യുതമേനോൻ്റെ ജീവചരിത്രം ഏതാ? എൻ്റെ ബാല്യകാല സ്മരണകൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് റൈറ്റായിട്ട് വരുന്ന ഇതൊക്കെ ക്രമമായിട്ട് വരുന്ന റൈറ്റായ ആൻസർ ഏതാണ്? ഓപ്ഷൻസിൽ വരുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റായ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 32ാമത്തെ ചോദ്യം വരുന്നത്. ഇപ്പം ഞാൻ റെഫർ ചെയ്തതിൽ ഒരു പുസ്തകത്തിൽ ഞാൻ 32ാമത്തെ ചോദ്യമായിട്ട് കണ്ടത്. ഇതിൽ ഞാനിപ്പോൾ ഉപയോഗിച്ച PDF-ലുള്ള 38ാമത്തെ ചോദ്യം. അപ്പം നമുക്ക് ആ രീതിയിൽ പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം നോക്കൂ. കാലക്രമത്തിനനുസരിച്ച് ചേർച്ചയുള്ള ഗണം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ നോക്കൂ. മലയാള ചെറുകഥാ സാഹിത്യ ചരിത്രം, ചെറുകഥാ പ്രസ്ഥാനം, കഥ ആഖ്യാനവും അനുഭവസത്തയും, ചെറുകഥ ഇന്നലെ ഇന്ന്. അതേപോലെ തന്നെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും തന്നിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? കാലക്രമത്തിനനുസരിച്ചാണ് തിരിക്കേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? മലയാള ചെറുകഥ പ്രസ്ഥാനം. ഓപ്ഷൻ ബി നോക്കൂ. ഓപ്ഷൻ ബി നോക്കൂ. മലയാള ചെറുകഥാ പ്രസ്ഥാനം, ചെറുകഥ ഇന്നലെ ഇന്ന്, ചെറുകഥാ പ്രസ്ഥാനം, ഓപ്ഷൻ ബി നോക്കൂ. ചെറുകഥാ പ്രസ്ഥാനം, ചെറുകഥ ഇന്നലെ ഇന്ന്, കഥ ആഖ്യാനവും അനുഭവസത്തയും, മലയാള ചെറുകഥ സാഹിത്യ ചരിത്രം തുടങ്ങിയവയാണ്. 2007 വരുന്നത്. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഇനി നോക്കൂ, 39ാമത്തെ ചോദ്യം നോക്കൂ. പട്ടികയായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. സാഹിത്യ കൃതികളുടെയും പ്രസ്ഥാനങ്ങളുടെയും 2 പട്ടികകൾ 4 വിധത്തിൽ ചേർത്ത് എഴുതിയിട്ടുണ്ട്. ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഒരു മിനിറ്റ്, ആ ചോദ്യത്തിലേക്ക് പോകുന്നതിന് പകരം നമുക്കിതിൽ കുറച്ചും കൂടി പോയിന്റ് നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിലുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളത്. ചെറുകഥാ പ്രസ്ഥാനം ആരുടേതാണ്? നോക്കൂ, MP പോളിൻ്റെതാണ്. ഓക്കെ, ഇനി M അച്യുതൻ്റെതാണ് ചെറുകഥ ഇന്നലെ ഇന്ന് എന്നുള്ളത്. KP അപ്പൻ്റേതാണ് കഥാഖ്യാനവും അനുഭവസത്തയും എന്നുള്ളതും. മലയാള ചെറുകഥ സാഹിത്യ ചരിത്രം ഏതാണ്? 2006
രണ്ടാണ്, സോറി 2007 2002 എം ബഷീറിൻ്റെ 2002 മിസ്റ്റേക്ക് വന്നാൽ ഞാൻ തിരുത്തിയിട്ടുണ്ട്. 2002 ഇറങ്ങിയിട്ടുള്ളതാണ് എം ബഷീറിൻ്റെ മലയാള ചെറുകഥ സാഹിത്യ ചരിത്രം എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. പട്ടികകൾ നൽകിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ നോക്കൂ. ഏതാണ്? മര്യാദ രാക്ഷസൻ ഏതിൽ വരുന്നതാണ്? മര്യാദ രാക്ഷസന്മാർ ഏത് വരുന്നതാണ്? ലഘു ഉപന്യാസം ആണ്. അതോടൊപ്പം തന്നെ പൂർവ്വ കേരള ഭാഷ ഏതിലുള്ളതാണ്? നമുക്കറിയാം ഭാഷാശാസ്ത്രത്തിലുള്ളതാണ്. ഇനി അടരുന്ന കക്കകൾ ഏതിലുള്ളതാണ്? യാത്രാ വിവരണത്തിലുള്ളതാണ്. ഇനി അർത്ഥവിരാമം ഏതിലുള്ളതാണ്? ആത്മകഥയിലുള്ളതാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് കൃത്യമായിട്ട് യോജിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, രചനാകാലം അനുസരിച്ച് ശരിയായ ക്രമം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി എന്നിവ നൽകിയിട്ടുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? ഉണ്ണുനീലി സന്ദേശം ആദ്യം വരുന്നു, പിന്നീട് കോക സന്ദേശം വരുന്നു, പിന്നീട് മയൂര സന്ദേശം വരുന്നു, പിന്നീട് ഭൂപ സന്ദേശം വരുന്നു. അല്ലേ? ഉണ്ണുനീലി സന്ദേശം, കോക സന്ദേശം, മയൂര സന്ദേശം, ഭൂപ സന്ദേശം. ഇതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തറിയണം? ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ കർത്തൃകാരൻ ആരാണ്? അജ്ഞാത കർത്തൃകമാണ്. അതിൻ്റെ നൂറ്റാണ്ട് ഏതാണ് രചനാകാലം എന്ന് കരുതപ്പെടുന്നത്? 14-ാം നൂറ്റാണ്ടാണ്. അതേപോലെ തന്നെയാണ് കോക സന്ദേശത്തിൻ്റെയും അജ്ഞാത കർത്തൃകമാണ്. 14-ാം ശതകത്തിൻ്റെ അവസാന പാദത്തിലാണ് അതുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു അനുമാനം എന്ന് പറയുന്നത്. ഇനി മയൂര സന്ദേശത്തിലേക്ക് വരുമ്പോൾ എന്താണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് രചന നടത്തിയിട്ടുള്ളത്. 1894 രചിച്ചിട്ടുള്ളത്. ഇനി ഭൂപ സന്ദേശം നോക്കൂ, KM പണിക്കരുടെ കൃതിയാണ്. 1934 രചിച്ചിട്ടുള്ളത് എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി കാരണം തന്നിട്ടുണ്ട്. കൃഷ്ണഗാഥയിൽ ആധുനിക മലയാളം ആരംഭിക്കുന്നു. കൃഷ്ണഗാഥയിൽ ആധുനിക മലയാളം ആരംഭിക്കുന്നു. കാരണം എഴുത്തച്ഛൻ്റെ പൂർവ്വഗാമിത്വം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്. ഇതിലേതാണ് ശരി എന്ന് പറയുന്നത്? കാര്യം ശരിയാണ്, എന്നാൽ ഇതിൻ്റെ കാരണം തെറ്റാണ് എന്നുള്ളതാണ്. ചെറുശ്ശേരിക്ക് ശേഷമാണ് ആരുടെ കാലം? എഴുത്തച്ഛൻ്റെ കാലം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വടക്കൻ പാട്ടുകൾ ശേഖരിച്ച് രേഖപ്പെടുത്തിയ ഗവേഷകർ ആരാണ്? വടക്കൻ പാട്ടുകൾ ശേഖരിച്ച് രേഖപ്പെടുത്തിയ ഗവേഷകർ ആരാണ്? ആരൊക്കെയാണ്? വില്യം ലോഗൻ, ഗുണ്ടർട്ട്, ഏതൊക്കെയാണ്? വില്യം ലോഗൻ എഴുതിയിട്ടുണ്ട്, ബ്രണ്ണൻ സാഹിബ് വന്നിട്ടുണ്ട്, ഇംസപ്പുണ്ണി നായർ വന്നിട്ടുണ്ട്. അടുത്തത് ഏതാണ്? മറ്റേത് ഏതാണ്? ഗുണ്ടർട്ടുണ്ട്, പേഴ്സി മാക്യു ഉണ്ട്, ചേലനാട് അച്യുതമേനോനുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? 1, 3 അല്ലേ വരുന്നത്? 1, 3 വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. ഇനി കാരണം തന്നെ നൽകിയിട്ടുണ്ട്. അടുത്ത ചോദ്യം. നളചരിതത്തിന് ഏറെ കാലത്തേക്ക് അവതരണ സൗഭാഗ്യം ഉണ്ടായില്ല. കാരണം എന്താണ്? മണിപ്രവാള ശൈലിയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കൂ. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? കാര്യം ശരിയാണ്, കാരണം തെറ്റാണ്. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, എന്താണ് അതിൻ്റെ ശരിയായ ഉത്തരം എങ്ങനെ വരിക? നളചരിതം എന്ന് പറയുന്നത് മലയാള ശൈലിയിലാണ് പിന്തുടരുന്നത്. അപ്പോൾ എന്താണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? കാര്യം ശരിയാണ്, കാരണം തെറ്റാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കൂ. കാവാലം നാരായണ പണിക്കരുടെ നാടകങ്ങൾക്ക് പൊരുത്തപ്പെടുത്താവുന്ന ഏതാനും പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. ഓക്കെ, ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. പ്രസ്താവനകൾ നോക്കൂ. ചരിത്ര പുരാണ കഥാപാത്രങ്ങളെ നായക കഥാപാത്രങ്ങളാക്കി, നാടോടി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു, കാവ്യനാടക രീതി അവലംബിച്ചു, ലോകധർമ്മിയെയും നാട്യധർമ്മിയെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ചു, റിയലിസ്റ്റിക് രീതി സ്വീകരിച്ചു എന്നുള്ളവയാണ്. അപ്പോൾ ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്? നാടോടി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, കാവ്യനാടക രീതി ഉപയോഗിക്കുന്നുണ്ട്, മറ്റേതെന്താണ്? ലോകധർമ്മിയെയും നാട്യധർമ്മിയെയും സമഞ്ജസമായിട്ട് സമ്മേളിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? 2, 3, 4 അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്കൂ. ഒറ്റ നാടകം മാത്രം എഴുതി നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ടി പത്മനാഭൻ,
ടി പത്മനാഭൻ, എം ടി വാസുദേവൻ നായർ, വി കെ ബാലകൃഷ്ണൻ, ജി വിവേകാനന്ദൻ തുടങ്ങിയവർ നൽകിയിട്ടുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? എം ടി വാസുദേവൻ നായരുടെ നാടകത്തിൻ്റെ പേരെന്താണ്? ഗോപുരനടയിലാണ്. ഗോപുരനടയിലാണ്. എം ടി വാസുദേവൻ നായരാണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. ഇനി ആധുനിക സാഹിത്യത്തെക്കുറിച്ചുള്ള പഠന ഗ്രന്ഥങ്ങളുടെയും ഗ്രന്ഥകർത്താക്കളുടെയും 2 പട്ടിക 4 വിധത്തിൽ ചേർത്തെഴുതിയിരിക്കുന്നു. ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെയാണ്? പഠനഗ്രന്ഥങ്ങളും അവയുടെ കർത്താക്കളുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. മുഹൂർത്തങ്ങൾ ആരുടേതാണ്? സച്ചിദാനന്ദൻ്റെ കൃതിയല്ലേ? മുഹൂർത്തങ്ങൾ ആരുടേതാണ്? സച്ചിദാനന്ദൻ്റെയാണ്. ഇനി ആധുനിക മലയാള കവിതയിൽ ആരുടേതാണ്? എൻ അജയകുമാറിൻ്റെതാണ്. ഇനി ഇടപെടലുകൾ ആരുടേതാണ്? പി പി രവീന്ദ്രൻ്റെതാണ്. ഓക്കെ. കഥയും പരിസ്ഥിതിയും ആരുടേതാണ്? ജി മധുസൂദനൻ്റേതാണ്. ഇത്രയും ഓപ്ഷൻസ് കറക്റ്റായ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ മലയാള വ്യാകരണം ഏതാണ്? മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ മലയാള വ്യാകരണം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ലീലാതിലകം, മലയാഴ്മയുടെ വ്യാകരണം, കേരള ഭാഷാ വ്യാകരണം. ഏതാണ് റൈറ്റ് ആൻസർ? മലയാഴ്മയുടെ വ്യാകരണമാണ്. ജോർജ് മാത്തൻ്റെ മലയാഴ്മയുടെ വ്യാകരണം 1863 ജോർജ് മാത്തൻ്റെ മലയാഴ്മയുടെ വ്യാകരണമാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി കാലക്രമം അനുസരിച്ച് ഗണം തിരിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാലക്രമം അനുസരിച്ചുള്ള ഗണം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നോക്കൂ. കാലക്രമത്തിൽ ഗുണ്ടർട്ടിൻ്റെ രാജ്യസമാചാരത്തിൻ്റെ കാലം ഏതാണ്? 1847 ഇനി പശ്ചിമോദയം നോക്കൂ. പശ്ചിമോദയത്തിൻ്റെ കാലം, എഫ് മുള്ളറുടെ പശ്ചിമോദയത്തിൻ്റെ കാലം ഏതാണ്? 1847 ഏതാണ്? ഒക്ടോബറാണ്. അത് ജൂണാണ്, ഒക്ടോബറാണ്. ഇനി അടുത്തത് നോക്കൂ. ജ്ഞാനനിക്ഷേപം, ബെഞ്ചമിൻ ബെയ്ലിയുടെ ജ്ഞാനനിക്ഷേപത്തിൻ്റെ കാലം ഏതാണ്? 1848 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് ഭാഷാപോഷിണിയുടെ കാലം ഏതാണ്? 1892. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ഭാഷാപോഷിണി 1892 ആണ്. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ക്രമം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 43ാമത്തെ ചോദ്യം. 1-ാം പട്ടികയും 2-ാം പട്ടികയും 4 വിധത്തിൽ ചേർത്തെഴുതിയിരിക്കുന്നു. ശരി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. നാടകങ്ങളാണ് ചോദിക്കുന്നത്. കലി എന്ന് പറഞ്ഞ നാടകം ആരുടേതാണ്? CN ശ്രീകണ്ഠൻ നായരുടേതാണ്, നമുക്കറിയാം. ഇനി ഇടാൻ മറന്ന ഇഴ എന്ന് പറഞ്ഞത് ആരുടേതാണ്? ജി ശങ്കരപ്പിള്ളയുടേതാണ്. മാതൃകാ മനുഷ്യൻ ആരുടേതാണ്? കൈനിക്കര കുമാരപിള്ളയുടേതാണ് മാതൃകാ മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആരുടേതാണ്? ചെറുകാടിൻ്റേതാണ്. ഓക്കെ. ചെറുകാടിൻ്റേതാണ്. ബാക്കിയുള്ളത് തോപ്പിൽ ബാസി. ഏതാണ് അദ്ദേഹത്തിൻ്റെ നാടകം? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഇനി മറ്റൊന്ന് ഏതാണ്? PJ ആൻ്റണി ആണുള്ളത്. PJ ആൻ്റണിയുടെ നാടകം ഏതാണ്? ഈങ്കുലാബിൻ്റെ മക്കൾ. അറിഞ്ഞിരിക്കുക, ഈങ്കുലാബിൻ്റെ മക്കൾ. അപ്പോൾ ഇത്രയും കറക്റ്റായിട്ടുള്ള ജോഡി വരുന്നത് ഏതാണ്? ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 44ാമത്തെ ചോദ്യം നോക്കൂ. 44ാമത്തെ ചോദ്യം. ശാസന ഭാഷയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അവയുടെ അവതാരകരുടെ പേരുകളും 2 പട്ടികകളിൽ കൊടുക്കുന്നു. ഉത്തരങ്ങളുടെ 4 ക്രമങ്ങളും കൊടുത്തിട്ടുണ്ട്. ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. ഏതാണ് ശരിയായിട്ടുള്ളത്? നമുക്കറിയാം. രാജഭാഷയിൽ വ്യവഹാര ഭാഷ നുഴഞ്ഞു കയറിയതാണ് ശാസന ഭാഷ എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? CL ആൻ്റണിയുടേതാണ്. CL ആൻ്റണിയുടേതാണ്. മറ്റേത് നോക്കൂ.
ബി നോക്കൂ, ശാസന ഭാഷയിൽ കേരള പാണിനിയുടെ നയങ്ങൾ ക്രമമായി പ്രവർത്തിക്കുന്നത് കാണാം എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? എസ് സി ശേഖറുടേതാണ്. ഇനി എല്ലാ ശാസനങ്ങളും മലയാള ഭാഷാ ചരിത്ര പഠനത്തിന് ഉപകരിക്കുന്നവയല്ല എന്നുള്ള അഭിപ്രായം ആരുടേതാണ്? ഇളംകുളത്തിൻ്റേതാണ്. ഇനി മലയാള ശാസനങ്ങൾ സാംസ്കാരിക സമന്വയത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്നുള്ളത് ആരുടേതാണ്? MGS നാരായണൻ്റേതാണ്. നാരായണൻ്റെ അഭിപ്രായമാണ്. ഇപ്പോൾ ഈ പറയുന്ന ഒന്നാമത്തെ എ എന്ന് പറയുന്ന ശാസന ഭാഷയെക്കുറിച്ചിട്ടുള്ളത് ഏത് കൃതിയിലാണ് പറഞ്ഞിട്ടുള്ളത്? ഭാഷാഗദ്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കൂ, ശാസന ഭാഷയിൽ കേരളവാണിയുടെ നയങ്ങൾ ക്രമമായി പ്രവർത്തിക്കുന്നത് കാണാമെന്ന് എസ് സി ശേഖർ അഭിപ്രായപ്പെട്ടുള്ള ഏത് കൃതിയാണ്? ഇവല്യൂഷൻ ഓഫ് മലയാളം എന്ന കൃതിയിലും. സി ആയിട്ട് വരുന്നത് ഏത് കൃതിയിലാണ്? കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങളിലും. ഡി ഏതാണ്? കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്നതിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഈ ജോഡികളെല്ലാം കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റായ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ 2004 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2005 വേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി അതോ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എക്സാം വരാനായി ഏറ്റവും അടുത്തുള്ള ദിവസങ്ങളിൽ തന്നെയാണ് എക്സാം വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അടുത്ത ക്ലാസ്സിൽ 2005 നോക്കാം.